നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. എയിൽസ്ഫോർട്ട് മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത നടത്തിയ 9ാമത് എയിൽസ്ഫോർട്ട് മരിയൻ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു തീർത്ഥാടനം. മെയ് 23 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് അഭിവന്ദ്യ മാർ ജോസഫ് സ്രാമ്പിക്കൽ തീർത്ഥാടന പതാക ഉയർത്തിയതോടുകൂടി തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി. കൊടിയേറ്റിന് ശേഷം കുരിശ് വെഞ്ചരിപ്പും വിവിധ മിഷനുകളിൽ നിന്നും എത്തിച്ച നേർച്ചകളുടെ സ്വീകരണവും നടന്നു. തുടർന്ന് 11:30 രൂപതയിലെ വിമൻസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ എയിൽസ്ഫോർട്ടിലെ പ്രസിദ്ധമായ ജപമാല ആരാമത്തിലൂടെ കർമ്മല മാതാവിന്റെ തിരുസ്വരൂപവും സംവഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ ജപമാല പ്രദക്ഷിണം നടന്നു. രൂപത അധ്യക്ഷനൊപ്പം എയിൽസ്ഫോർട്ട് പ്രയറിലെ വൈദികർ, രൂപതയിലെ വിവിധ ഇടവകകളിലും മിഷനുകളിൽ നിന്നുള്ള വൈദികർ, വിമൻസ് ഫോറം അംഗങ്ങൾ, നിരവധിയായ മരിയ ഭക്തർ തുടങ്ങിയവർ ജപമാല പ്രദക്ഷിണത്തിന്റെ ഭാഗമായി. എയിൽസ്ഫോർട്ടിലെ അനുഗ്രഹാരാമത്തിൽ കർമ്മലനാഥയുടെ സംരക്ഷണം തേടിയെത്തിയവർ സവിശേഷമായ കൃപാദാനങ്ങൾ ഹൃദയങ്ങളിൽ സ്വീകരിച്ചു മടങ്ങുന്ന അനുഗ്രഹ നിമിഷങ്ങൾക്കാണ് എയിൽസ്ഫോർട്ട് സാക്ഷ്യം വഹിച്ചത്. ഔർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ മിഷൻ ട്രസ്റ്റിമാർ, കുടുംബക്കൂട്ടായ്മ ഭാരവാഹികൾ, സൺഡേ സ്കൂൾ അധ്യാപകർ, ഭക്തസംഘടനകളുടെ ഭാരവാഹികൾ, കൂടാതെ ജില്ലിംഗ്ഹാം, സൗത്ത് ബോറോ മിഷൻ വോളണ്ടിയേഴ്സ്, ലണ്ടൻ, കാൻറ്റർബറി റീജിയണിൽ നിന്നുള്ള ഇടവക മിഷൻ ട്രസ്റ്റിമാർ തുടങ്ങിയവരും തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി.